ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ഇക്കായി ബൂന്തോങ്ക ഗീത് എന്ന പാഠം പഠിച്ചാലോ. ബൂന്തോങ്ക ഗീത്, തുള്ളികളുടെ സംഗീതം, അതായത് വെള്ളത്തുള്ളികളുടെ സംഗീതം. മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സംഗീതമല്ലേ കേൾക്കുന്നത്. പുഴയൊഴുകുന്നിടത്ത് പോയി നിന്നാൽ അവിടെ വേറൊരു സംഗീതം കേൾക്കാം. കടൽ തീരത്ത് പോയി നിന്നാൽ അവിടെയും വെള്ളത്തിൻ്റെ വേറൊരു സംഗീതം കേൾക്കാം. മഴ ശക്തിയായി പെയ്യുമ്പോൾ ഒരു സംഗീതം, ചെറുതായി പെയ്യുമ്പോൾ ഒരു സംഗീതം, തുള്ളിത്തുള്ളിയായി വീഴുമ്പോൾ വേറൊരു സംഗീതം. അങ്ങനെ വെള്ളത്തുള്ളികൾക്ക് പലതരത്തിലുള്ള സംഗീതമുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. 5ാമത്തെ ഇക്കായിയിലെ ആദ്യത്തെ ചാപ്റ്റർ മുകേഷ് നൗട്ടിയാൽ എഴുതിയ ഒരു കഹാനിയാണ്. कहानी मीन्स कथा. कथയുടെ പേര് एक दो तीन. चित्र देखिए. चित्र में क्या क्या है? चित्र में एक लड़का है, चित्र में घर है, चित्र में बिल्ली है, चित्र में पेड़ है, चित्र में पर्वत है, चित्र में नदी है और चित्र में चिड़ियाം है. അല്ലേ, പക്ഷികളും ഉണ്ട്. നമുക്ക് ഈ കഥയൊന്ന് വായിക്കാം. आद्यम. मेरा घर सुसवा नदी के किनारे है, वहीं जलमुर्गियों का एक परिवार भी रहता है. अक्षരം നോക്കി മനസ്സിലാക്കണം. मेरा घर सुसवा नदी के किनारे है, वहीं जल मुर्गियों का एक परिवार भी रहता है. അവിടെ ജൽമുർഗിയോം, ജൽമുർഗി എന്ന് എഴുതുമ്പോൾ ഗായുടെ വലത്ത് സൈഡിൽ വള്ളി വരും. ഇർ ചിഹ്നം പിന്നെയാണ് ഇടുന്നത്. ഒരു തൊപ്പി പോലെ ഒരു ചിഹ്നം കാണുന്നില്ലേ, അത് ഇർ ചിഹ്നമാണ്. സാധാരണ മലയാളത്തിൽ എഴുതുമ്പോൾ അക്ഷരത്തിൻ്റെ ഗർ എഴുതുന്ന സമയത്ത് ഇർ, മുർഗി എന്ന് എഴുതുമ്പോൾ മൂ കഴിഞ്ഞിട്ട് ഇർ എഴുതാറുണ്ട്. ഇവിടെ ഗാ മുർഗി എന്ന് എഴുതുമ്പോൾ ഗാ എഴുതി വള്ളി ഇട്ടതിന് ശേഷമാണ് ഇർ ചിഹ്നം കൊടുക്കുന്നത്, അല്ലേ. മുർഗിയോം, വഹീൻ ജൽ മുർഗിയോം കാ ഏക് പരിവാർ ഭീ രഹത്താ ഹേ. ആജ് സുബഗ് ജൽ മുർഗി, ജൽ മുർഗി എഴുതിയിരിക്കുന്നുണ്ടോ. ആജ് സുബഗ് ജൽ മുർഗി കേ ചൂസേ, ചൂസേ, നിങ്ങൾ ചൂജേന്ന് വായിക്കാം. ചൂസേ, ഇസഡ് സൗണ്ടാണ് വരുന്നത്. ജാ എഴുതി അടിയിലൊരു കുത്തു കൊടുത്താൽ അത് ഇസഡ് സൗണ്ട് വായിക്കണം. അപ്പോൾ അതിൻ്റെ മേലെ എ സൗണ്ടിൻ്റെ വരയും കൂടെ കൊടുക്കുമ്പോൾ ചൂസേ, ജൂസേ, മേരെ ഘർ മേ ഗുസായേ, ബാഹർ ദോ ജൽമുർഗിയാം जोर जोर से चिचिया रखी थी. അവിടെ जोर जोर എന്നുണ്ടോ. मैंने दीवार की ओड़ में एक बिल औटा देखा. ഞാന് मैंने दीवार की ओड़ में एक बिलौटा देखा. मुझे देखकर बिलौटा भाग गया. देखिए, मुझे देख कर बिलौटा भाग गया. लेकिन जल मुर्गियां शोर मचाती रही. അടുത്ത എക്സാമിന് ജൽ മുർഗി എന്നുള്ള വാക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും. ജൽ മുർഗി എന്ന് പറഞ്ഞാൽ ഒന്ന്, ജൽ മുർഗിയാം ഒന്നിൽ കൂടുതൽ. लेकिन जल मुर्गियां शोर मचाती रही. मैंने भीतर जाकर देखा, मैंने भीतर जाकर देखा. एक चूसा फर्श पर था, दूसरा सोफे के नीचे. मैंने उन्हें उनके माँ बाप के हवाले कर दिया. पर जल मुर्गियां शोर मचाती रही. നോക്കൂ, ഒന്നുകൂടി നോക്കൂ. मैंने भीतर जाकर देखा, एक चूसा फर्श पर था,
दूसरा सोफे के नीचे मैंने उन्हें उनके माँ बाप के हवाले कर दिया पर जल मुर्गियां शोर मचाती रही. വായിക്കാൻ പിടികിട്ടിയല്ലോ. അടുത്ത പേജ് നോക്കൂ. एक मच्छर भिन भिना रखा था. एक बार देखिए. एक मच्छर भिन भिना रखा था. उसे भगाने के लिए मैंने ताली पीटी. उसे भगाने के लिए मैंने ताली पीटी. आवाज सुनकर पलंग के नीचे छुपा चूजा तेजी से बाहर भागा. पर जल मुर्गियां डरी रही. मैंने हर जगह खोजा. बाथरूम में 2 चूजे पानी में खेल रहे थे. मैंने उन्हें पकड़ा और बरामदे में छोड़ दिया. एक बार देखिए. पर जल मुर्गियां डरी रही. मैंने हर जगह खोजा. बाथरूम में 2 चूजे पानी में खेल रहे थे. मैंने उन्हें पकड़ा और बरामदे में छोड़ दिया. अगला पेज नोकू. जल मुर्गियों ने एक नसर अपने चूजों को देखा. जल मुर्गियों ने एक नसर अपने चूजों को देखा. फिर नदी की तरफ दौड़ पड़ी. पांचों चूजे भी उनके पीछे पीछे चले जा रहे थे. पांचों चूजे भी उनके पीछे पीछे चले जा रहे थे. उस दिन मैंने जाना कि जल मुर्गियों को भी गिनती आती है. उस दिन मैंने जाना कि जल मुर्गियों को भी गिनती आती है. നിങ്ങൾ കുറേ പ്രാവശ്യം പുള്ളികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മലയാള വിവരണം പറഞ്ഞുതരാം. താങ്ക് യു.